നമസ്കാരം. ഓൾ ഐസ് ഓൺ ഇന്ത്യൻ മോസ്ക്. ഇപ്പം നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സിറ്റുവേഷൻസ് വിലയിരുത്തുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് എന്ന് പറയാൻ സാധിക്കും. ഇപ്പം ഇന്ത്യൻ മോസ്കുകളൊക്കെ തന്നെ അപകടത്തിലാണ്. അല്ലെന്നുണ്ടെങ്കിൽ മിക്ക മോസ്കുകളുടെ മുകളിൽ കരിനിഴൽ വീണുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലുള്ള മതഭ്രാന്തന്മാരുടെ മെയിൻ ടാർഗറ്റ് ആയിട്ട് ഇന്ത്യൻ മോസ്കുകൾ മാറുകയാണ്. അവരൊക്കെ തന്നെ അവകാശം ഉന്നയിക്കുന്നത് അവരുടെ സംസ്കാരം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. ഒന്നുമല്ല, അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് മതപരമായിട്ടുള്ള ലഹള ഉണ്ടാക്കുക, വഴക്കുണ്ടാക്കുക, പ്രശ്നമുണ്ടാക്കുക, സമാധാനം ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് പല സ്റ്റേറ്റുകളിൽ പല മോസ്കുകൾക്ക് മുകളിൽ അവകാശം ഉന്നയിച്ച് ഹിന്ദുക്കൾ രംഗത്ത് വരുന്ന വാർത്തകളൊക്കെ തന്നെ നമ്മൾ കേൾക്കുന്നതാണ്. അവസാനമായിട്ട് നമ്മൾ കേട്ടത് ഉത്തർപ്രദേശിലെ ഷാഹി ജമാ മസ്ജിദിൽ നടന്ന സർവേയെ കുറിച്ചാണ്. അതിനെ തുടർന്നുണ്ടായ പ്രൊട്ടസ്റ്റും വയലൻസും മനുഷ്യക്കുരുതിയും ഒക്കെ തന്നെ നമ്മൾ കേട്ടതാണ്. ഇപ്പൊ അടുത്തതായിട്ട് ഹിന്ദുസേന അവകാശം ഉന്നയിച്ചേക്കുന്നത് രാജസ്ഥാനിലെ അജ്മീർ ദർഗയാണ്. അത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ദർഗയാണ്. അജ്മീർ ദർഗ എന്ന് കേൾക്കാത്തവര് ചുരുക്കമായിരിക്കും. കാരണം രാജസ്ഥാനൊക്കെ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഈ പ്ലേസിലും വിസിറ്റ് ചെയ്യാറുണ്ട്. ഒരു ഹോളി പ്ലേസ് ആണ്. ഒരു മോസ്ക് എന്നതിനെക്കാട്ടിലും ഒക്കെ ഉപരി ഒരു ഹോളി പ്ലേസ് ആണ്. എല്ലാ മതസ്ഥരും, മതം എന്ന് പറയുന്ന ഒരു സംഭവത്തെ കണക്ട് ചെയ്യേണ്ട എല്ലാ ആൾക്കാരും അവിടെ പോയി വിസിറ്റ് ചെയ്യാറുണ്ട്. അവിടെ ഏതാണ്ട് 4200 കിലോയോളം പ്രസാദമാണ് ഒരു ദിവസം ഉണ്ടാക്കുന്നത്. വലിയൊരു പാത്രമൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ പേരിലൊക്കെ തന്നെ ഇത് വളരെ ഫേമസ് ആണ്. അപ്പൊ ഇത് ഖ്വാജ മൊയിനുദ്ദീൻ ചിഷ്ടി എന്ന് പറയുന്ന ഒരു പേർഷ്യൻ സൂഫി സെയിന്റെ ഷ്രൈനാണ്, ടൂംബാണ്. അതുകൂടാതെ തന്നെ വളരെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഒക്കെ ഉള്ള ഒരു പ്ലേസ് ആണ്. 1236 AD എങ്ങാണ്ടാണ് ഈ ഒരു ഷ്രൈൻ പണി കഴിപ്പിച്ചതെന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും വർഷങ്ങൾ പഴക്കമുള്ള ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള, ഹിസ്റ്റോറിക്കലി മാത്രമല്ല പാരമ്പര്യമുള്ള സംസ്കാരമുള്ള ഒരു പ്ലേസ്, മതപരമായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഹോളി പ്ലേസിന്റെ മുകളിലാണ് ഇപ്പൊ അവകാശം ഉന്നയിച്ച് ഹിന്ദുസേന എത്തിയേക്കുന്നത്. അവരുടെ അവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പണ്ടൊരു ശിവക്ഷേത്രമായിരുന്നു അത്രേ. ഈ ഷ്രൈൻ അവിടെ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു ശിവക്ഷേത്രമായിരുന്നു. അത് പൊളിച്ചിട്ടാണ് ഈ ഷ്രൈൻ അവിടെ പണിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ മോസ്ക് പൊളിച്ചു മാറ്റി അവിടെ ഹിന്ദുക്കൾക്ക് ആരാധനാലയം പണിയാനുള്ള അവകാശം നൽകണം. ആ പ്ലേസിന്റെ മുകളിലുള്ള അവകാശം ഹിന്ദുക്കൾക്ക് നൽകണം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ കോടതിയെ സമീപിച്ചേക്കുന്നത്. കോടതി ആ കേസ് ഫയൽ ചെയ്ത് ഇപ്പൊ നോട്ടീസ് ഒക്കെ അയച്ചേക്കുവാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക്. അവിടെ സർവേ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട്. ശരിക്കും പതറ്റിക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ. എന്ത് വൃത്തികേടൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നമ്മുടെ രാജ്യത്തിന് നിരക്കാത്ത, നമ്മുടെ നിയമത്തിന് നിരക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോടതി പോലും ഇതിന് ഒത്താശ ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോഴാണ് വിഷമം തോന്നുന്നത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. നമുക്കറിയാം 1991 റിലീജിയസ് വർഷിപ്പ് ആക്ട്, അല്ലെന്നുണ്ടെങ്കിൽ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്, ഒരു നിയമമുണ്ട്. ആ നിയമപ്രകാരം കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ രാജ്യത്തുള്ള റിലീജിയസ് പ്ലേസുകളൊക്കെ തന്നെ അതേപോലെ തന്നെ നിലനിർത്തുക. അതുകൂടാതെ തന്നെ ഒരു റിലീജന്റെ ഭാഗമായിട്ടുള്ള ചർച്ച് ആയിക്കോട്ടെ, മോസ്ക് ആയിക്കോട്ടെ, അതൊന്നും കൺവേർട്ട് ചെയ്ത് മറ്റൊരു റിലീജന്റെ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് അവകാശമില്ല. ഇങ്ങനെ നിയമങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഈ നിയമത്തെയൊക്കെ തന്നെ മറികടന്നിട്ടാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ മോശമാണ്, പതറ്റിക് സിറ്റുവേഷൻ ആണ്. ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് അവർക്ക് കൃത്യമായിട്ട് പ്രാർത്ഥിക്കാനോ അവരുടെ വിശ്വാസം ഫോളോ ചെയ്തു പോകാനോ ഉള്ള അവസരം ഇവിടെ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ രാജ്യത്തിന്റെ യൂണിറ്റിയും നമ്മുടെ രാജ്യം ഇത്രയും നാളും ഫോളോ ചെയ്തു വന്ന ഐഡിയോളജിക്കും ഒക്കെ എതിരാണ്. ഇത്തരത്തിലുള്ള മതഭ്രാന്തന്മാരെ കാണിച്ചു കൂട്ടുന്ന ഓരോ തോന്നിവാസങ്ങൾ കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിഷമവും ദേഷ്യവും ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പോൾ പല ആൾക്കാരും എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് വരും. പക്ഷെ ഇത് കുറ്റപ്പെടുത്തേണ്ട ഒരു സംഭവമല്ല. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് ആ രാജ്യത്തുള്ള ജനങ്ങൾക്ക് അവരുടെ വിശ്വാസം വളരെ സേഫ് ആയിട്ട് ഫോളോ ചെയ്തു പോകാനുള്ള അവകാശം ഇല്ല എന്നുണ്ടെങ്കിൽ അത് പതറ്റിക് സിറ്റുവേഷൻ ആണ്. ഇപ്പൊ ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യം നമ്മൾ കേൾക്കുന്നതാണ്. ഹിന്ദുക്കളെ കൂട്ടക്കൊലയ്ക്ക് വിധേയമാക്കുകയാണ്. അവിടുത്തെ ഹിന്ദു മൈനോറിറ്റീസ് ഒക്കെ തന്നെ വളരെയധികം ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അവരുടെ വിശ്വാസം ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. ടെമ്പിൾസ് ഒക്കെ നശിപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവാൻ പാടില്ല. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ മുസ്ലിംസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. അവരുടെ ഹോളി പ്ലേസുകൾ, അവർ വർഷിപ്പ് ചെയ്തു പോകുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ ഇടിച്ചു പൊളിച്ച് അവിടെ ടെമ്പിൾ പണിയുന്നു എന്ന് പറയുമ്പോൾ എത്ര വൃത്തികെട്ട പരിപാടിയാണത്. വർഷങ്ങളായിട്ട് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന സ്ഥലങ്ങളാണ്. അതൊക്കെ അതുപോലെ തന്നെ നിലനിൽക്കട്ടെ.
അതൊക്കെ പൊളിച്ചു മാറ്റി അമ്പലം പണിഞ്ഞുകൊണ്ട് എന്ത് നേട്ടമാണ് നേടാനുള്ളത്? ഒന്നും നേടാനില്ല. പക്ഷെ ഇതിനൊക്കെ എതിരെ എല്ലാവരും ഒരുമിച്ച് പ്രൊട്ടസ്റ്റ് ചെയ്യണം. കുറച്ച് ഹിന്ദുക്കള്, ചില മതഭ്രാന്തന്മാര് ഇത്തരത്തിലുള്ള തോന്നിവാസം ചെയ്യുമ്പോൾ അവർക്ക് എഗിനസ്റ്റ് ആയിട്ട് ബാക്കിയുള്ളവര് ഒത്തൊരുമയോടുകൂടി നിന്നെങ്കിൽ മാത്രമേ, പ്രൊട്ടസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് അവസാനിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഇങ്ങനത്തെ പരിപാടി ഒന്നും വേണ്ട എന്ന് നമ്മൾ ഒരുമിച്ച് വോയിസ് ഉയർത്തണം. ഇല്ലാതെ ഇത് സ്റ്റോപ്പ് ചെയ്യുമെന്ന് വിചാരിക്കരുത്.